അതിവേഗ റെയിൽപാതയുമായി കേരളം മുന്നോട്ട്. കേന്ദ്രം അലംഭാവം തുടരുന്ന സാഹചര്യത്തിലും പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. പദ്ധതിക്ക് തത്വത്തിൽ അനുമതി നൽകിക്കൊണ്ട് ഗതാഗത വകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങി. അതിവേഗപാത യാഥാർത്ഥ്യമാക്കാൻ ഒടുവിൽ രണ്ടും കൽപ്പിച്ച് സംസ്ഥാന സർക്കാർ 1,92,780 കോടി രൂപയാണ് പദ്ധതി ചിലവ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയാണ് ആദ്യഘട്ടം. തലസ്ഥാന നഗരി മുതൽ കാസർഗോഡ് വരെ 583 കിലോമീറ്റർ പാത 12 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാകുമെന്നാണ് ഗതാഗത വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത്. RRTSന്റെ പ്രിൻസിപ്പൽ ഉത്തരവാണ് ഇറങ്ങിയതെന്ന് മന്ത്രി KN ബാലഗോപാൽ സ്ഥിരീകരിച്ചു. ഇതൊരു പരീക്ഷണമാണ്, മറ്റു തരത്തിൽ ഫീസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അതിവേഗ പാതയുടെ ഇടനാഴിയില്ലെങ്കിലും മെട്രോമാൻ ഇ ശ്രീധരൻ പൊന്നാനിയിൽ ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ശ്രീധരന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര സഹായമില്ലാതെ RRTSുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അതേസമയം ഇ ശ്രീധരൻ വിഭാവനം ചെയ്ത അതിവേഗ റെയിൽ പദ്ധതിയുടെ ചെലവ് ഇതേക്കാൾ കുറവാണ്. വേഗതയും കൂടും. 5 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനും കഴിയും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.